മാർക്കോ പോലുള്ള ഇത്തരത്തിലുള്ള ആക്ഷൻ സിനിമകൾ ഇത്രയും വലിയൊരു സക്സസ് ആവാനുള്ള കാരണം എന്താണ്? ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ പാൻ ഇന്ത്യൻ സിനിമകൾ വരുന്ന സമയത്ത് അത് പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ സക്സസ് ആയിട്ട് ഓടണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഹീറോ മാത്രം മതിയോ? അതല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഹീറോ മാത്രം മതിയോ? 1000 കോടി ബഡ്ജറ്റുള്ള സിനിമയാണ്. VFX ചെയ്യാൻ ഹോളിവുഡിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഫൈറ്റ് കൊറിയോഗ്രാഫിക്ക് വേണ്ടി ഇന്റർനാഷണൽ ലെവലുള്ള ഫൈറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എലമെന്റ്സിനെ കൊണ്ട് മാത്രം കാര്യമില്ല. ഹീറോയ്ക്ക് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന വില്ലന്മാർ വേണം. ആ വരുന്ന വില്ലന് ഒരു റീസൺ ഉണ്ടായിരിക്കണം. എന്തിന് നായകനെതിരെ വരണം, നായകനെതിരെ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട്? ഈ ഒരു ഇമോഷൻ കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളായാലും പൊട്ടും. ഇനി ഇങ്ങനെയുള്ള റീസൺ കൊണ്ട് ഏതെങ്കിലുമൊക്കെ സിനിമ പൊട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ റീസെന്റ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു കങ്കുവ. ഇതിൽ വില്ലൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ വില്ലൻ എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നായകന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന വില്ലന്മാരുണ്ടെങ്കിൽ ആ സിനിമ ഒക്കെ ഹിറ്റ് ആയിരിക്കും. ബാഹുബലി, KGF, സലാർ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കോ. ഇത്തരം സിനിമകളിലൊക്കെ ആ വില്ലന്റെ പവറാണ് നായകനെ കൃത്യമായിട്ടൊരു നായകനാക്കി മാറ്റുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വില്ലന്മാർ ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ.